അവിടെ തണുപ്പുണ്ടോ? ഇല്ല, ഇവിടെ മഴ വരുന്നുണ്ട്. ആ ഇല്ല, ഇയാൾക്ക് കല്യാണം കഴിഞ്ഞിട്ട്. അല്ലാ, അതിന്റെ കൂട്ടൊന്ന് പറയട്ടെ. കാട്ടുകോയെ അന്റെ കല്യാണം ഉറപ്പിച്ചാൽ ഏത് അടുപ്പൊക്കെ വിളിച്ച് വിളിച്ചു എടീച്ച് വിളിച്ചോ? ഞാൻ വിളിച്ചാ എന്താണ് എന്താണെന്ന് എനിക്ക് കാണിച്ചാൽ ഈ മഴ ഇങ്ങോട്ട് വാ. കല്യാണം ഉറപ്പിച്ച ചെറുക്കനാണെന്നും വിചാരില്ല. കണ്ണി കണ്ട പെണ്ണുങ്ങളോട് ഫോൺ വിളിച്ച് കൊള്ളുക. എടാ പോത്തെ, നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പെങ്ങന്മാരായിട്ട് കാണാൻ പഠിച്ചേ, അതാ വേണ്ടത്. പൂജയൊക്കെ ഉണ്ട്, പക്ഷെ നാട്ടുകാരൊക്കെ നിങ്ങളെ കുറിച്ച് എത്താ വിചാരിച്ചാ എത്തിയിട്ടാ. എന്താ വിചാരിച്ചതിനെ പറ്റി? കുഞ്ഞാറപ്പിച്ച അയച്ചങ്ങളൊക്കെ എന്റെ പെങ്ങളായി കഴിഞ്ഞാ അതിന്റെ വാപ്പങ്ങളാവൂലേ? ആവും. ആ പറ്റില്ല, അത് മായിച്ചേ. കുഞ്ഞാറപ്പിച്ചേ, ഇന്റെ കല്യാണത്തിന് ഇന്നെങ്ങാനും ഓഡിറ്റോറിയം കിട്ടുമോ? ഞാൻ ഇന്നൊരു ഓഡിറ്റോറിയം കൂടി പോയി നോക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ എന്നും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാന്നല്ല. അങ്ങനെ ഒരു ഓഡിറ്റോറിയം എവിടുന്ന് കിട്ടാനാണ്? നിങ്ങൾക്കാണ് വലിയ ഓഡിറ്റോറിയം വേണം, കണ്ട 6 ആൾക്കാരെ കൊള്ളും വേണം, ഇരിക്കുമ്പോ പുഷ്പാക്കിന്റെ ചെയർ വേണം, എന്നാലോ അതിന് കുറഞ്ഞ പൈസക്ക് കിട്ടുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുക? അല്ലാതെ എന്നിട്ട് AC വേണമല്ലോ. അതിനങ്ങനെ ഓട്ടച്ചെരുപ്പ് ഇങ്ങനെ ആയിട്ട് ഓഡിറ്റോറിയം കുറച്ച് ഇങ്ങനെ നടക്കല്ലേ? ഞാൻ ഈ കല്യാണത്തിന് ഒയ്യാന്നുള്ള ഞാൻ ഉച്ചരാൻ പോവാ. കല്യാണത്തിന് ഒഴിവാക്കേ? കല്യാണം ഉറപ്പിച്ചാണ്ട് അത് ഒഴിവാക്കി. എടി എന്റെ തല കറങ്ങുന്നുണ്ടോ? എന്റെ കറങ്ങുന്നുണ്ട്. എന്തേ ഇജാ പറഞ്ഞ എല്ലാ സംഭവങ്ങളുള്ള ഒരു ഓഡിറ്റോറിയം എന്റെ അടുത്തുണ്ട്. പുഷ്പാക്ക് സീറ്റും AC-യും നല്ല പാർക്കിങ്ങും കണ്ടമാൻ ആൾക്കാരെ കൊള്ളലും. നിലമ്പൂർ പുളിക്കലോടിയുണ്ട് KS കൺവെൻഷൻ സെന്റർ ഇറങ്ങേണ്ട ഒരു ഓഡിറ്റോറിയം. ആൾക്ക് ആ ഓഡിറ്റോറിയം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കല്യാണം നടത്തിയാൽ മതി. ബാബ പോലെ എടിയേ, കല്യാണം ഒഴിവായില്ല, ഉറപ്പിച്ചിട്ട് പിന്നെയും എന്റെ കൂടെ കഴിഞ്ഞോ? നിങ്ങളെ കല്യാണം പെരിയിലെ ഓഡിറ്റോറിയത്തിലാ. ഞാൻ കൂടുതൽ നിർത്തേക്കട് വാ. ചെങ്കട